ഇന്നലെ മീഷോ എന്നുള്ള കുറച്ച് ഡ്രീമി ഹീൽസ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഇത്ര നാളും നമ്മൾ മീഷോ എന്നുള്ള സാധാ ഫുഡ് വെയറും കാഷ്വൽസും ഒക്കെ അല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഹീൽസ് ആണ് ട്രൈ ചെയ്യണം. അതും ഭയങ്കര ഡ്രീമി ആയിട്ടുള്ള പ്രിൻസസ് വൈബുള്ള കുറച്ച് ഹീൽസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ ഗൈസ്, let's jump into the video. ഈ എൻ്റെ സൈഡിലിരിക്കുന്ന ബോക്സസിൽ മുഴുവൻ ഹീൽസ് ആട്ടോ ഉള്ളത്. അതുമില്ലേ, നമുക്കിപ്പോൾ സാരിയുടെ കൂടെയും സൽവാറിൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കുറേ അധികം ഹീൽസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഓണം വരികയാണല്ലേ, ഓണം വരാൻ നേരത്ത് നമുക്ക് അത്യാവശ്യം നല്ല ജിൽജിലായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ഫെസ്റ്റീവ് സീസൺ ആണ്, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുള്ള തിളങ്ങണ സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മൊത്തം ഒരു 6 ഹീൽസ് ആട്ടോ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റാൻഡമായിട്ട് ഞാൻ ഈ ഒരു ബോക്സ് ചൂസ് ചെയ്യുക കേട്ടോ. ഉണ്ടോ, ഓപ്പൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ പെട്ടിയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഈ പേള് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ക്ലിക്കായിട്ട് ഇത് എന്താണ് ഐറ്റം എന്നുള്ളത്. ഇത് കണ്ടോ, നല്ല ഡ്രീമി ആയിട്ടുള്ള പേളിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്ന ഒരു ഹീൽസ് ആട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് നല്ല രസമുള്ള ട്രാൻസ്പാരൻറ്റ് ടൈപ്പാണ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ ഇല്ലേ, നമ്മുടെ ഈ ഫ്രണ്ടിൽ വന്നിട്ട് നല്ലൊരു പേളിൻ്റെ ബോ വന്നിട്ടുണ്ട്. ഇവൻ കാലിലേക്ക് ഇടുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ നമ്മളുടെ കാലിനെ ഹഗ് ചെയ്ത് കിടക്കുന്ന ടൈപ്പാട്ടോ. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈയിടെയായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കേട്ടോ ഇങ്ങനത്തെ പേളിൻ്റെ ഹീൽസ് ഒക്കെ. നമ്മൾ നല്ലൊരു ഓർഗൻസയുടെ ഒക്കെ ഒരു സൽവാർ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല ഒരു എന്താ പറയുക മൽമൽ കോട്ടൻ്റെ ഒരു സാരി ഉടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഓർഗൻസയിൽ നല്ല ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വിൻറ്റേജ് വൈബ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഹീൽസ് ഭയങ്കര നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പം ഇല്ല, ഇങ്ങനത്തെ സ്ക്വയർ കട്ട് വരുന്ന ഹീൽസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആട്ടോ. ഹീൽസ് നല്ല ഫുഡ് വെയറിലും ഇവിടെ നമ്മുടെ ഈ ഇങ്ങനത്തെ പോയിന്റ് ടോ വന്നതിനേക്കാളും, പോയിന്റ് ടോ ട്രെൻഡാണ്, ഒരു ഓവൽ ടോ വന്നതിനേക്കാളും ഇങ്ങനത്തെ കണ്ടോ ഒരു സ്ക്വയർ ടോസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. പിന്നെ ഇതിൻ്റെ ബട്ടണിന് അത്ര ക്വാളിറ്റി ഇല്ല കേട്ടോ. ഈ കാണുന്ന ഗോൾഡൻ ഡീറ്റെയിലിങ്ങിന് അത്ര ക്വാളിറ്റി ഇല്ല. പിന്നെ എടുത്തപ്പോഴാണെങ്കിലും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ലുക്ക് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ഏളിൻ്റെയൊക്കെ കളർ പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് ഗൈസ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, കാരണം ഇതിൽ ചെറിയ ചെറിയ ഇങ്ങനെ സ്ക്രാച്ചസ് ഒക്കെ പോലെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി, കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം മേടിക്കാവുന്ന ഒരു സാധനം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് റാൻഡമായിട്ട് വേറൊരു ബോക്സും കൂടി ചൂസ് ചെയ്യാം. ഓക്കെ, ഏറ്റവും അടിയിരിക്കണം എടുക്കാം. ഇതും അതെ കേട്ടോ, ആ ഒരു പ്രിൻസസ് വൈബ് തരണ ഹീൽസ് ആണ്. വേണ്ട, ഇതാണ് കേട്ടോ ആ ഐറ്റം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു എന്താ പറയുക പീച്ച് കളർ കേട്ടോ, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, പീച്ച് കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു ഗോൾഡൻ ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെയിൻ്റെ ഒരു ഡീറ്റെയിലിംഗ്, 2 ചെയിൻ ഇങ്ങനെ കണക്ട് ചെയ്തേക്കണ പോലത്തെ ഒരു ഡീറ്റെയിലിംഗ് അവിടെ ഉണ്ട്. ഹീല് വന്നിട്ട് ട്രാൻസ്പാരൻ്റ് ആണ്. ഈവൻ നമ്മളുടെ ഈ ഫൂട്ട് വെക്കണ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു എന്താ പറയുക ബാൻഡ്, ഈ ഒരു ബാൻഡും ട്രാൻസ്പാരൻ്റ് ആണ്. ഈ ഒരു അതുകൊണ്ട് തന്നെ ഈ ബോ ഇങ്ങനെ ഇല്ല, നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പിന്നെ ഇവിടെ കണ്ടോ ഒരു സ്ക്വയർ ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ടോ ഭാഗം വന്നേക്കുന്ന ഹീൽ ഏകദേശം ഒരു 3 ഒക്കെ അടുത്തുണ്ടാവും കേട്ടോ, 3 ഇഞ്ചൊക്കെ ഉണ്ടാവും ഹീല്. എന്നാലും നമുക്ക് കുറേ നേരം ഇട്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ഫാൻസി ആയിട്ടുള്ളൊരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതായിരിക്കും. ഈ സാറ്റിൻ്റെ ബോയാട്ടോ ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയണ. നല്ലൊരു വൈറ്റ് ഫ്രോക്കൊക്കെ ഇടുവാണെങ്കിലേ ഇത് ഒറ്റ പീസ് മതി ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒരു പെയർ ഓഫ് ഹീൽസ് ആട്ടോ വന്നേക്കണം, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹീൽസ് ഉണ്ടോ. നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് മറ്റേ വൈറ്റ് ഹീൽസ് ആട്ടോ. ഓ, ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്താണെന്നറിയോ, ക്രിസ്റ്റൽസ് നോക്കിക്കേ. സത്യം പറഞ്ഞാൽ എൻ്റെ ജിമ്മി ചൂ ഹീലില്ലേ അതിൻ്റെയൊക്കെ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ആ ഒരു ബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ക എന്താ ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആണെങ്കിൽ കൂടി എന്തോ ഒരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഫുഡ് വെയറിന്. അതും വൈറ്റ് എന്ന് പറഞ്ഞാലില്ലേ ഭയങ്കര എന്താ പറയുക ഉജാല മുക്കിയ വൈറ്റ് അല്ല, നല്ല ഒരു പാലിൻ്റെ വെള്ള കളറില്ലേ ആ ഒരു വെള്ള കളറാട്ടോ. മിൽക്കി വൈറ്റ് ആണ് ഈ ഫുഡ് വെയറിന് വന്നേക്കുന്ന. ഹീലാണെങ്കിലും സഹിക്കാൻ പറ്റണ ഒരു ഹീലേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു 1.5 ഇഞ്ചൊക്കെ ഹീൽ ഉണ്ടാവുള്ളൂ. നമുക്ക് കുറേ നേരം ഇട്ട് നിൽക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. എനിക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഫംഗ്ഷൻ ഇല്ലേ, കുർബാനൊക്കെ ആയിക്കൊള്ളപ്പാടോ അങ്ങനത്തെ ഒരു സംഭവം, എന്താ കറക്റ്റ് ഹോളി കമ്മ്യൂണിയൻ അല്ലേടാ, അതാന്ന് തോന്നണം കേട്ടോ. എനിക്ക് കറക്റ്റ് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് ആ ഒരു പരിപാടിക്കൊക്കെ
പെൺപിള്ളേരൊക്കെ ഇങ്ങനെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കൂലേ, അങ്ങനെയൊക്കെ ഇടാനായിട്ട് നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഭയങ്കര നല്ലതാട്ടോ. കാരണം ഹീൽ ഹൈറ്റ് ഭയങ്കര കുറവായതുകൊണ്ടിട്ട് ആ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര നല്ലതാണ്. ഈവൻ ബ്രൈഡ്സ് മെയ്ഡ്സിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു പീസാട്ടോ. കാരണം നല്ല ക്ലാസി ആയിട്ടുണ്ട്. സീരിയസ്ലി ഇത് മീഷോന്ന് മേടിച്ചാന്ന് നമ്മൾ വിചാരിക്കില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല ഒരു ഡിസൈനിലാട്ടോ ഇത് വന്നേക്കുന്ന. ക്ലോസ്ഡ് ടോ ആണ് വന്നേക്കുന്ന, പോയിന്റഡ് ടോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീറ്റിന് നന്നായിട്ട് എലോങ്ങേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യിക്കും കേട്ടോ, നീളമുള്ള ഫീറ്റായിട്ട് ഫീൽ ചെയ്യിക്കും. ഇങ്ങനത്തെ ഈ ഒരു പോയിന്റഡ് ടോ വരാൻ നേരത്ത് ക്ലാസി ആക്കും ഔട്ട്ഫിറ്റ്സിനെ. നല്ലൊരു വൈറ്റിൻ്റെ കൂടെയോ സോളിഡ് കളർ ഡ്രസ്സിൻ്റെ കൂടെയോ ഇവൻ നല്ലൊരു കോട്ട് സെറ്റിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നല്ലതായിട്ട് ഈ ഒരു ഫുഡ് വെയർ. നെക്സ്റ്റ് ഫുഡ് വെയർ വൈറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലാക്ക് ഔട്ട്ഫിറ്റ് കയ്യിൽ കിട്ടി കേട്ടോ. നോക്കിക്കേ, വാവ്, വെൽവെറ്റിൻ്റെ ബ്ലാക്ക് ഫുഡ് വെയർ ആട്ടോ. കിടിലൻ സാധനം. ആ ബ്ലാക്ക് ഇല്ലേ, ജെറ്റ് ബ്ലാക്ക്, നമ്മുടെ ഇവിടുത്തെ പൊടിയിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ജെറ്റ് ബ്ലാക്കിൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. വല്ല മോൾസിലൊക്കെ പോകുമ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് കിടിലനാണ്. കാരണം ഇതിൻ്റെ ബാക്ക് പോർഷനിൽ വന്നിട്ട് നല്ലൊരു സാറ്റിൻ്റെ ബോ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു പേളിൻ്റെ ആംഗ്ലറ്റ് പോലെ കിടക്കുന്ന ഡിസൈനിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, ഒരു ക്ലാസി ആയിട്ടുള്ള ലൈറ്റാണ്. അതും ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ടിട്ടില്ലേ ഭയങ്കര ഭംഗിയാട്ടോ. ബ്ലാക്ക് ഒരു മിനി ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരൊറ്റ ഫുഡ് വെയർ മതി നമ്മുടെ ഔട്ട്ഫിറ്റിനെ കിഡ്ലനാക്കാനായിട്ട്. അതും എന്താ പറയുക, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ്, നല്ല ജെറ്റ് ബ്ലാക്ക്, അതിൻ്റെ ഈ ബ്ലാക്കിൻ്റെ കൂടെ ഈ പേൾ ഡീറ്റെയിലിങ്ങും കൂടി വരുമ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട്. ഇത് ഏകദേശം ഒരു 3 ഇഞ്ച് ഹീലൊക്കെ ഉണ്ടാവും കേട്ടോ. 2.5 to 3 ഇഞ്ച് ഹീൽ ഹൈറ്റ് ഉണ്ടാകും. പിന്നെ ഇതാണെങ്കിലും എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം അഴിക്കാൻ നേരത്ത് നമുക്ക് ഈ എൽബോയിലേക്ക് കാല് കയറ്റാനായിട്ട് പറ്റും. പക്ഷെ എൽബോവും പോട്ടെ, ഈ ഒരു ഫുഡ് വെയറിലേക്ക് കാല് കയറ്റാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെ വർക്ക് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാലിലേക്ക് ലോക്ക് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇത് ബോ ചെയ്ത് വെക്കാം. നല്ല ഒരു ഐറ്റാട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഫുഡ് വെയർ. നെക്സ്റ്റ് ഫുഡ് വെയർ ഞാൻ എടുത്തപ്പോൾ തന്നെ ബോക്സിൽ നിന്ന് ചാടി പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കറിയാം എന്താ ഐറ്റം എന്നുള്ളത്. നല്ല ഗോൾഡൻ കളറാണ്. നിങ്ങളൊരു ബ്രൈഡൽ ഫുഡ് വെയർ ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഈവൻ വെഡ്ഡിങ് ഗസ്റ്റ് ലുക്കായിട്ട് നല്ലതായിരിക്കും. നമ്മുടെ കേരള സാരിയുടെ കൂടെയൊക്കെ ഈ സാധനം അങ്ങോട്ട് തകർക്കും കേട്ടോ. കാരണം ഗോൾഡൻ ആണ്, ഫുൾ ഗോൾഡൻ വർക്കാണ്. നമ്മളുടെ ബ്ലൗസൊക്കെ ഒരു കോൺട്രാസ്റ്റ് കളർ കൊടുത്തിട്ട് നിങ്ങൾ ഗോൾഡൻ ആയിട്ടുള്ള സെറ്റ് സാരിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് വെയർ ട്രൈ ആവുന്നതാണ്. കാരണം കാലിലും കൂടി കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഭംഗി എനിക്ക് തോന്നുന്നു ഗോൾഡൻ ബേസിൽ തന്നെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു ഫുഡ് വെയർ നല്ലതാണ്. ഹീൽ ഹൈറ്റും ഏകദേശം 2.5 ഒക്കെ തന്നെ ആട്ടോ വരുന്നത്. അതും ഈ ഒരു എന്താ പറയുക, ഭയങ്കര രസമാണ് ഇതിൻ്റെ ഈ ഒരു നമ്മുടെ കാല് വെക്കണ ഒരു ബാൻഡ് കാണാൻ കേട്ടോ. നല്ല നല്ല കുഞ്ഞു 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 സ്റ്റോൺസ് വെച്ചിട്ട്, അതും റോസ് ഗോൾഡ് സ്റ്റോൺസ് വെച്ചിട്ട് എംബലിഷ് ചെയ്തിട്ടുള്ള ഐറ്റാണ്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ക്യാമറയിൽ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഭയങ്കര ഷൈൻ ഉണ്ടാവും കാണാനായിട്ട്. ഇവൻ ഹീലിൻ്റെ അവിടത്തും അവിടെയൊക്കെ നല്ല രസത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫാബ്രിക്, ആ ഒരു ഇവിടുത്തെ ആ ഒരു സെയിം ഗോൾഡൻ ഫാബ്രിക് ഇവിടെയും കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രസമുണ്ട് കാണാനായിട്ട്. സൈഡ് വ്യൂ നല്ലതാണ്, ഫ്രണ്ട് വ്യൂ നല്ലതാണ്. ഇവൻ എന്താ പറയുക, നമ്മുടെ ടിപ്പിക്കൽ എങ്ങനെയാണോ ഫുഡ് വെയറിൽ വരുന്നത് അതുപോലെയാണ് ഇതിൻ്റെ ടോ വന്നേക്കുന്നത്. സ്ക്വയർ അല്ല, ഇങ്ങനെ പോയിന്റഡും അല്ല, അല്ലാണ്ട് നമ്മുടെ സാധാരണ ഓവൽ ടൈപ്പായിട്ട് വന്നേക്കണം. അത്യാവശ്യം ഗ്രിപ്പൊക്കെ തരുന്ന ഫുഡ് വെയർ ആണ്. പിന്നെ ഇട്ടിട്ട് കഴിയാൻ നേരത്താട്ടോ കുറച്ചും കൂടി ഗ്രിപ്പ് വരുള്ളൂ. ഇങ്ങനത്തെ ഫുഡ് വെയറിന് എപ്പോഴും അങ്ങനെയാണ്. കൊള്ളാല്ലേ കാണാനായിട്ട്. നമ്മൾ ഒരു നല്ലൊരു സൽവാറും സാരിയൊക്കെ ഇടാൻ നേരത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് വെയർ. നമ്മുടെ ലാസ്റ്റ് പെയറില്ലേ, എഗെയിൻ നല്ല ഡ്രീമി ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള എന്താ പറയുക, നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് വെയർ ആട്ടോ. ഇപ്പോൾ വെസ്റ്റ് സൈഡിലാണെങ്കിലും സ്റ്റുഡിയോയിലൊക്കെ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ നിറയെ പേൾസ് വെച്ചിട്ടുള്ള ഫുഡ് വെയർ. ഇവിടെ ഫുൾ എന്താണ് ട്രാൻസ്പാരൻ്റ് ആട്ടോ ഇതിൻ്റെ ബാൻഡ്. ഇവിടെയും ട്രാൻസ്പാരൻ്റ് ആണ്, ഈ ഒരു പോർഷനിലും ട്രാൻസ്പാരൻ്റ് ആണ്. അതിൽ കൂടി ഇങ്ങനെ പേൾ ഇങ്ങനെ ഇല്ല എയറിൽ നിൽക്കുന്ന ഒരു ഫീൽ, 3D ഫീലൊക്കെ തരുന്ന ടൈപ്പ് ഓഫ് ഒരു ഫുഡ് വെയർ കേട്ടോ. പിന്നെ ഈ ഞാൻ എന്താ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുമില്ലേ ഇത് കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6-7 ഇടലൊക്കെ കഴിയാൻ നേരത്ത് പയ്യെ മഞ്ഞ കളറാവും കേട്ടോ. അത് എല്ലാ ട്രാൻസ്പാരൻറ്റിനും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് കൂടിയ ഐറ്റത്തിന് മാത്രമേ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാണ്ടിരിക്കുകയുള്ളൂ. സിലിക്കൺ ടൈപ്പൊക്കെ ആണെങ്കിൽ എന്തായാലും അത് യെല്ലോ ഷെയ്ഡിലേക്ക് മാറും കേട്ടോ. അതിങ്ങനത്തെ ഒരു ട്രാൻസ്പാരൻറ്റ് ഇതിൻ്റെ
ഇതാണ്. പിന്നെ മീഷോന്ന് ഒരു 300-400 രൂപയ്ക്കൊക്കെ ചെരുപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ 5-6-7 പ്രാവശ്യം ഇടാൻ പറ്റുന്നത് തന്നെ ഭയങ്കര വലിയ കാര്യമാട്ടോ. ഇതും നല്ല രസമുള്ള ഒരു ഡ്രീമി ആയിട്ടുള്ള പോയിന്റഡ് ടോ വരണം. അതുപോലെ തന്നെ ഹീൽ ഹൈറ്റ് ഏകദേശം ഒരു 2.5 to 3 ഹൈറ്റ് വരണ ഒരു നല്ലൊരു ഫുഡ് വെയർ ആട്ടോ. ഇതിന് ബാക്കിൽ സ്ട്രാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഊരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ വേഗം ഊരിടാനൊക്കെ ആയിട്ട് ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ബേസ് ഫുള്ളില്ലേ ന്യൂഡ് ഷെയ്ഡാട്ടോ വരണം, സ്കിൻ ഷെയ്ഡാണ് വരണം. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലാസി എലഗൻറ്റ് ലുക്ക്, ഒരു ബ്രാൻഡഡ് സാധനം എൻ്റെ കയ്യിൽ പിടിച്ചേക്കണ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞാലും ഭംഗിയാണിത് കാണാനായിട്ട്. സൽവാറിനും സാരിക്കും ഈവൻ നമുക്ക് എന്തിനും സ്കേർട്ടിനും വെസ്റ്റേണിനും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ, എല്ലാത്തിനും സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു ബേസിക് ആയിട്ടുള്ള എന്നാൽ തന്നെ ഒരു പാർട്ടി വെയർ ഫീൽ തരണ ഒരു ഫുഡ് വെയർ ആട്ടോ ഇത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ തപ്പിപ്പിടിച്ചെടുത്ത ഐറ്റംസ് ആട്ടോ ഇതെല്ലാം. കാരണം നമുക്ക് ഓണം വരികയാണ്, ഓണത്തിനും സ്റ്റൈൽ ചെയ്യാൻ പറ്റണം. എന്നാൽ തന്നെ നിങ്ങൾക്കൊരു വെഡ്ഡിങ് ഫംഗ്ഷന് പോവുകയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഞാൻ കളക്ട് ചെയ്തിട്ട് ചെയ്തൊരു ഹോൾ വീഡിയോ ആട്ടോ. അതും നല്ല രസമുണ്ടല്ലോ എല്ലാം കാണാനായിട്ട്. പേള്, ലേസ്, അതുപോലെ തന്നെ നല്ല വെൽവെറ്റിൻ്റെ ടൈപ്പ് ഓഫ് ഫുഡ് വെയർ, ഹീൽ ഹൈറ്റ് തന്നെ പല ടൈപ്പ്, നല്ല ക്രിസ്റ്റൽസ് ഉള്ളത്. മൊത്തത്തിലില്ലേ ഭയങ്കര രസമുള്ള എല്ലാ ഫംഗ്ഷനും പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഹീൽസ് ആട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ അതും ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഓണമൊക്കെ വരുവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലത്തെ ഫുഡ് വെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ക്ലാസ്സിലും കോളേജിലൊക്കെ നിങ്ങൾ ഫംഗ്ഷൻസിന് പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെഡ്ഡിങ് സീസൺ വരികയാണ്, വെഡ്ഡിങ് സീസണിൽ പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത റിലേറ്റീവിൻ്റെ പരിപാടിക്ക് വെഡ്ഡിങ് ഗസ്റ്റ് ലുക്കിനൊക്കെ നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഫുഡ് വെയർസ് ആട്ടോ എല്ലാം. അതും എന്താ പറയുക, ചെറിയൊരു എമൗണ്ടിന് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസാണ് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം, എന്തായാലും ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.